ഇതൊരുപാട് ഉത്തരം കിട്ടാത്ത വലിയ സംശയങ്ങൾ ജനിപ്പിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഈ തിരോധാനവുമായി ബന്ധപ്പെട്ട് അതിൽ തന്നെ സെബാസ്റ്റ്യൻ്റെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതിലൊക്കെ ഒരു വ്യക്തത വരുത്താനുള്ള ശ്രമമാണ് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്താണ് ഈ സെബാസ്റ്റ്യൻ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം? സാമ്പത്തികമാണോ സെബാസ്റ്റ്യൻ്റെ ലക്ഷ്യം? അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു കേൾക്കുന്ന ഒരു സമയമാണ്. അതിൽ വ്യക്തത വരുത്താനുള്ള നീക്കവും ഈ പ്രതിയുടെ സ്വഭാവം സംബന്ധിച്ച്, പശ്ചാത്തലം സംബന്ധിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ നാട്ടുകാരിൽ നിന്ന്, അന്വേഷണ സംഘത്തിൽ നിന്നൊക്കെ ലഭ്യമാവുന്നുണ്ട്. എന്താണ് മനസ്സിലാവുന്നത് ഷഫീദ് റാവുത്തർ? രജിത്ത്, 2026 മുതൽ 2024 വരെയുള്ള ഒരു നീണ്ട കാലം, ആ നീണ്ട കാലത്തിനിടയിൽ സംഭവിച്ച 3 തിരോധാനങ്ങൾ, ആ 3 തിരോധാന കേസുകളിൽ പരസ്പരം ലിങ്ക് ചെയ്ത ഒരാളിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അയാളെ ഈ കേസിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ പ്രതിയാക്കി കോടതിക്ക് മുൻപിലേക്ക് കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വളരെ പ്രധാനപ്പെട്ട മർഡറുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട തെളിവ് ശേഖരണം അതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നത്. പക്ഷേ മുൻപ് അശ്വിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലൊരു വൈറ്റൽ ലീഡിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ കഴിയില്ല. പോലീസിനെ സംബന്ധിച്ച് തെളിവ് ശേഖരണം അവരൊരു വശത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇനിയുള്ളത് ഇയാളെ സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ പലതരത്തിലുള്ള ചോദ്യം ചെയ്യൽ മെത്തേഡുകൾ ഇതിനോടകം തന്നെ പോലീസ്, ക്രൈംബ്രാഞ്ച് സംഘം പരിശോധിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് കസ്റ്റഡിയിൽ കിട്ടിയ ആദ്യ ദിവസങ്ങളിൽ വിശദമായ ഒരു ചോദ്യം ചെയ്യൽ നടത്തി. ഇന്നലെ ഈ സംഭവ സ്ഥലത്തേക്ക്, ഇയാളുടെ വീട്ടിലേക്ക്, പള്ളിപ്പുറത്തെ വീട്ടിലേക്ക് കൊണ്ടുവന്ന തെളിവ് ശേഖരണത്തിന്റെ ഒപ്പം ചോദ്യം ചെയ്യൽ നടത്തി. പക്ഷെ അപ്പോഴൊന്നും മൗനിയായിരിക്കുന്നതല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ ഒരു പ്രതികരണത്തിലേക്ക്, അതല്ലെങ്കിൽ പോലീസിന് ഇന്റർ കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സൂചനയെങ്കിലും ഇട്ടുകൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. അത് തന്നെ പോലീസിൽ പല ആളുകളും, അതായത് ഈ അന്വേഷണ സംഘത്തിലെ പല ഉദ്യോഗസ്ഥരും പറയുന്നത് പുള്ളിക്ക് ഇക്കാര്യത്തിൽ എങ്ങനെ നിൽക്കണം എന്നറിയാം. മാത്രമല്ല കൃത്യമായിട്ടൊരു ക്രിമിനൽ പശ്ചാത്തലം പുള്ളിക്ക് ഉണ്ടായിരുന്നിരിക്കാം. പുള്ളിക്ക് ചോദ്യം ചെയ്യലിൽ ഏതൊക്കെ തരത്തിൽ മെറിറ്റുകൾ എടുത്ത് അന്വേഷണ സംഘത്തെ കുഴപ്പിക്കണമെന്ന് ധാരണയുണ്ട് എന്നൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട് വിവരങ്ങൾ. പ്രത്യേകിച്ച് അയാളുടെ ആരോഗ്യ പ്രശ്നം അടക്കമുള്ള കാര്യങ്ങൾ അതിന് അദ്ദേഹം മറയാക്കുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ വെളിപ്പെടുത്തൽ. ഇനി പോലീസിനെ സംബന്ധിച്ച് ഇതിലെ സാധ്യത എന്ന് പറയുന്ന കാര്യം, ഇയാളുടെ ഭാര്യ, സെബാസ്റ്റ്യന്റെ ഭാര്യയെ ആദ്യം, ഒരുപക്ഷെ അതിന് ഉച്ചയ്ക്ക് ശേഷം തന്നെ ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നുണ്ട്, സെബാസ്റ്റ്യന്റെ ഭാര്യ ആദ്യഘട്ടത്തിൽ ഒരു മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷം അവരെയും ഒപ്പം ഇരുത്തി മൊഴി രേഖപ്പെടുത്തും. പിന്നീട് നാളെ വൈകുന്നേരത്തിന് മുൻപ് പോലീസ് നടപ്പാക്കാൻ പോകുന്ന ഒരു കാര്യം, ഒരു പക്ഷേ ഒരു മനോരോഗ വിദഗ്ധന്റെ അടക്കം, ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടക്കം സാന്നിധ്യത്തിൽ ഒരു പക്ഷേ ഇയാളുടെ മൊഴിയെടുക്കുക, ചോദ്യം ചെയ്യുക. അങ്ങനെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് ഇയാളുടെ മിസ്ലിങ്കുകൾ കണ്ടുപിടിക്കുക. അതിൽ പോലീസ് പ്രധാനമായും ഇപ്പോൾ കോട്ടയം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ജൈനമ്മയുമായി ബന്ധപ്പെട്ട കേസാണ്. ആ കേസിൽ ജൈനമ്മയുടെ ഫോണാണ് ഒരു വൈറ്റൽ തെളിവ്. ആ വൈറ്റൽ തെളിവ് കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച്, ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള നീക്കം. അതിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ പൂഞ്ഞാറിലെ ആ പരിസരങ്ങളിൽ, പൂഞ്ഞാറ് ഈരാറ്റുപെട്ട പരിസരങ്ങളിൽ പോലീസിന്റെ തെളിവ് ശേഖരണം ആ ഫോണിന് വേണ്ടിയിട്ടുണ്ടാകും. ഏതായാലും അതായിരിക്കും പോലീസിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ പോലീസ് ക്രൈംബ്രാഞ്ച് സംഘം ഫ്രീസ്റ്റായ അവസ്ഥയിലാണ്. ഉന്നത ഉദ്യോഗസ്ഥരുടെ അഭിപ്രായം കൂടി കേട്ട ശേഷം മറ്റു നടപടികളിലേക്ക്, മറ്റ് തുടർ തെളിവെടുപ്പിലേക്കടക്കം അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും.